ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് SVT പട്ടം ഹോസ്പിറ്റലിലെ CEO ആയ രാജീവ് മനാലി സാറാണ്. അപ്പോൾ സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. വെൽക്കം സർ. സർ, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ SVTയും ബേസ് ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് എന്ന് ഉള്ളതാണ് ഇന്ന് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ സാറിൻ്റെ ഒപ്പീനിയനിൽ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് വരേണ്ടത്? ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതെന്താണ്, അത് ഹെൽത്ത് കെയറിൽ എങ്ങനെ അത് കൊണ്ടുവരാം, അതിനെന്തൊക്കെയാണ് രണ്ട് സൈഡിൽ നിന്നും വേണ്ടത് എന്ന് ആലോചിക്കുകയായിരിക്കും കൂടുതൽ ഉചിതം എന്നെനിക്ക് തോന്നുന്നു. കേരള മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, വളരെ ശരിയാണ്. അത് രാജ്യത്തുടനീളം സഞ്ചരിക്കാനും വസിക്കാനും ഒക്കെ ഇടയായിട്ടുള്ള എനിക്ക് അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും. കേരള മോഡൽ അത് ശരിയാണ്, ഇറ്റ്സ് എ ഗുഡ് മോഡൽ, മസ്റ്റ് കണ്ടിന്യൂ ദാറ്റ് വേ. പക്ഷേ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാം സ്വയം ചെയ്യണം എന്നൊരു രീതിയാണ് പബ്ലിക് എൻ്റർപ്രൈസിനുള്ളത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്നുവെച്ചാൽ അത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ കഴിയുന്നതും എല്ലാം പബ്ലിക് എൻ്റർപ്രൈസ് ചെയ്തു എന്ന് വരുത്താനാണ് ഒരു ഉദ്യമം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി എ പാർട്ട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഇപ്പോൾ കോവിഡ് ആയാലും അതിന് മുമ്പ് നിപ്പ, അങ്ങനെ ഏത് കേസ് എടുത്ത് നോക്കിയാലും, ഈവൻ TB ഇറാഡിക്കേഷൻ ഒക്കെ നോക്കിയാലും, മലേറിയ ഇറാഡിക്കേഷൻ ഒക്കെ നോക്കിയാലും കൂടുതലും ഗവൺമെൻറ് ആശുപത്രികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സെറ്റപ്പ് സംഗതികൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടെന്ന് തന്നെയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അതിനുള്ള സെറ്റപ്പ് ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് കൂടുതലാകുന്നതുകൊണ്ടാണോ, അതും അല്ലെങ്കിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാത്തതുകൊണ്ടാണോ? ഇതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഇതിന് മൂന്നിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൂടുതൽ ശക്തി പകരുന്ന ഒന്നായിരിക്കും. അത് ഈ കേരള മോഡലിനെ ഇനിയും ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോസ്റ്റ് ഫാക്ടർ മാത്രം ഒരു ഡിറ്ററൻ്റ് ആകാൻ പാടില്ല. കോസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് പാർട്ടീസ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കോസ്റ്റെങ്കിലും റിക്കവർ ചെയ്യേണ്ടതുണ്ട്, ഒരു റീസണബിൾ പ്രോഫിറ്റും വേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അതിനൊരു ശരിയായിട്ടുള്ളത്, ആ പാർട്ട്ണർഷിപ്പ് വരേണ്ടത് മെൻറ്റാലിറ്റിയിലാണ്. അപ്പോൾ മെൻറ്റാലിറ്റി ഇപ്പോൾ ശരിയാകുകയാണെങ്കിൽ, എല്ലാവരും ഒരുമിച്ചാണൊരു കാര്യം ചെയ്യേണ്ടതെന്നുള്ള മെൻറ്റാലിറ്റി ശരിക്കും അത് പ്രായോഗികമാക്കുകയാണെങ്കിൽ നമ്മുടെ കേരള മോഡൽ ഇനിയും വളരെ ദൂരം, നമുക്ക് വളരെ ഉയരങ്ങളിൽ പോകാൻ സാധിക്കും. അതാണ് എനിക്ക് ഈ ആൻസർ സ്പെസിഫിക്കായിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സർ, അതുപോലെ തന്നെ നമ്മളിപ്പം എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് ഗവൺമെൻറ്റിൽ പോവാണ്ട് പ്രൈവറ്റിൽ വരണം എന്നുള്ളതാണ്. കാരണം അവിടെ താമസം ഭയങ്കര ലേറ്റാണ്, അങ്ങനത്തെ കുറേ ചിന്താഗതികളുണ്ടല്ലോ. അപ്പോൾ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അത് കുറേ കൂടെ ഈസി ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ സർ എന്തൊക്കെയാണ് വരാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഉള്ളതുപോലെ നമുക്ക് പോയാൽ മതി, അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവണോ, എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൻ്റെ MDയും CEO ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ സൈഡ് ചെയ്യുന്നത്, എനിക്ക് താല്പര്യം കൂടുതൽ പബ്ലിക് എൻ്റർപ്രൈസിനോടാണ്. അത് സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലിലായിരിക്കണം കൂടുതൽ മേന്മകളുള്ളത്, നല്ലത് എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. ഇവിടെ എന്തുകൊണ്ട് പ്രൈവറ്റ് സംവിധാനം ചൂസ് ചെയ്യാൻ ആൾക്കാർക്ക് തോന്നുന്നു? അത് ബേസിക്കലി താമസം വരുന്നു, ട്രീറ്റ്മെൻറ്റ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളൊരാശങ്ക, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ആ ഒരു റെഫറൽ സിസ്റ്റം ശരിയായിട്ട് നടക്കുന്നില്ല. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള പോലെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ശൃംഖല വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല. അപ്പോൾ ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ശൃംഖല ഇത്രയും നന്നായിരിക്കുമ്പോൾ അത് യൂസ് ചെയ്ത് ആ റെഫറൽ സിസ്റ്റം ശരിയാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തോന്നുന്നവർക്കെല്ലാം നേരെ മെഡിക്കൽ കോളേജിൽ വരാമെന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ തീർച്ചയായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവും. അപ്പോൾ താമസങ്ങൾ വരും, വേണ്ട ചികിത്സ കിട്ടാതെ പോകും. അപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ വേണ്ട ആൾ ടേഴ്ഷ്യറി കെയറിനെയും ക്വാട്ടർണറി കെയറിനെയും അഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് മാറേണ്ടത്. ഈ റെഫറൽ സിസ്റ്റം കുറേയും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക, ആ ഒരു ഗ്രാജുവേറ്റഡ് സിസ്റ്റം ഓഫ് എലിവേഷൻ ഓഫ് ദ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് വരുത്തുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ സിസ്റ്റം കുറേയും കൂടെ ഭേദമാവും. പിന്നെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം അതേപോലെ നിലനിൽക്കട്ടെ. അവിടെയും അമിതമായിട്ടുള്ള ചാർജസ് ഒന്നും ഈടാക്കാത്ത വിധത്തിൽ ഒരു പ്രായോഗികമായ ഒരു ടാരിഫ് സിസ്റ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുറേയും കൂടെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാവും. സർ, എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ സാർ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. സോ അപ്പോൾ നമുക്ക് മിലിറ്ററി ഹോസ്പിറ്റലിലെ ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രൈവറ്റിൽ അത്രയധികം കൊണ്ടുവന്നാൽ എഫക്റ്റീവ് ആയിരിക്കുമോ? അതിപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിലും എന്തുകൊണ്ട് പട്ടാള സംവിധാനം കൊണ്ടുവന്നുകൂടാന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ആ ചോദ്യം. അതായത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിനോട് അനുകൂലിക്കുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? ഡിസിപ്ലിൻ വേണം, പക്ഷെ ഒരു ബേസിക് ഡിസിപ്ലിൻ. ഈ പട്ടാള രീതി സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ വേറൊരു എക്സ്ട്രീമിലേക്ക് പോവുകയാണ്. അത്രയും ഒരുപക്ഷെ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഒരു ജീവനക്കാരുടെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും അതുപോലെ തന്നെ. പക്ഷേ ഇതിലേക്കാളൊക്കെ കൂടുതൽ ഹെൽത്ത് കെയറിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ടു ദ പേഷ്യൻറ്റ്, കമ്മിറ്റ്മെൻറ്റ് ടു ദ കെയർ, അതൊക്കെ വന്നാൽ തന്നെ കുറേ സംഗതികൾ മാറും. നമുക്കിപ്പോൾ ഇല്ലാത്തത് ആ ഒരു ശരിയായ രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും ഒരേപോലെ തന്നെ സംരക്ഷിക്കേണ്ട കാര്യമാണത്. സർ, അതുപോലെ നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ AI മെഡിസിൻസിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അത് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നാൽ അത് എങ്ങനെയാണ്? സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഞാൻ ആക്ച്വലി ഈ AI-യെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നു AI വന്നതോടെ ആകമാനം ഒരു മാറ്റം വരും എന്നൊക്കെ ഉള്ളത്. അത് ശരിയാണോ, അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും AI എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല. കാരണം എന്ത് പുതിയത് വന്നാലും അതിന് ആക്ച്വലി ഉള്ളതിനേക്കാളും കൂടുതൽ സാധ്യതകൾ നമ്മൾ കൽപ്പിച്ച് കൊടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് AI വന്നാലും എന്ത് അൽഗോരിതം വന്നാലും ആ പവർ ഓഫ് ടച്ച് ഓഫ് ദ ക്ലിനിഷ്യൻ അതെപ്പോഴും നിലനിൽക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. AI വന്നതുകൊണ്ടും കുറേ അധികം ഡേറ്റ സ്വരൂപിച്ച് വെച്ച് അതിൽ നിന്നൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വരണമെന്നൊക്കെ വിചാരിച്ചാൽ അതാണോ ശരിക്കും നമുക്ക് വേണ്ടത്? സംഗതികൾ ലളിതമാക്കാൻ AI ഉപയോഗിക്കാം, പക്ഷേ റീപ്ലേസ്മെൻറ്റ് അത് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സാധിച്ചാൽ തന്നെ അത് നല്ലതാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ പവർ ഓഫ് ടച്ചാണ് ഹെൽത്ത് കെയറിൻ്റെ ഏറ്റവും വലിയ ബേസിക് പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കാണേണ്ടത്. ആ ഒരു ഡോക്ടറിൻ്റെ ടച്ച്, പൾസ് പരിശോധിക്കുക, അതുപോലെ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുക. പിന്നെ നഴ്സിങ്ങിൽ വരുമ്പോൾ ആ ഒരു കരസ്പർശം തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താം. ഒരു സാന്ത്വനത്തിൻ്റെ ഭാഷ ടച്ചിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇപ്പോൾ നമ്മളൊരു കസ്പിലാണ്.
ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ചിനാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലാതെ അതൊരു സ്വാഭാവികമായ ചേഞ്ചും AI കൊണ്ട് ഉണ്ടാക്കാവുന്ന ഗുണങ്ങൾ നമ്മൾ അതിൽ കൊണ്ടുവരികയും ബാക്കിയുള്ള കാര്യങ്ങൾ ആ പവർ ഓഫ് ടച്ചൊക്കെ വിടാതെ തന്നെ ആ ക്ലിനിക്കൽ അക്യുമെൻ വിടാതെ ഹെൽത്ത് കെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് നമ്മുടെ SUT തന്നെ എടുക്കാം. നല്ല രീതിയിലുള്ള ഗൂഗിൾ റിവ്യൂസ് ആണ് അല്ലേ? നമുക്ക് ഏകദേശം 5 അടുത്ത് എത്തുന്നുണ്ട് ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സാർ അതിൽ ഹാപ്പി ആണോ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇനി നമുക്ക് മുന്നോട്ട് പോകണ്ടേ എന്നുള്ളതാണ്. അതൊരു വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഗൂഗിൾ റിവ്യൂ നല്ലതാണ് എന്നുവെച്ചാൽ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് മാറ്റിയെടുക്കാനുമാണ് ഗൂഗിൾ റിവ്യൂവിനെ ഞാൻ കൂടുതലും ആശ്രയിക്കുന്നത്. നമ്മുടെ തോളിൽ തന്നെ തട്ടി നല്ലതാണ്, എല്ലാം നല്ലതാണ്, ചീത്തയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് കൊണ്ടുള്ള അതൊരു ശരിയായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സന്തോഷകരമാണ് ഗൂഗിൾ റിവ്യൂ 4.8 4.9 5 ഒക്കെ കിട്ടുന്നത്, വളരെ നല്ല സംഗതിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹെൽത്ത് കെയറിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ. ആൻഡ് ആ ഇംപ്രൂവ്മെൻറ്റ് കൂടുതൽ വരുമ്പോഴേ അതിൻ്റെ ശരിയായ ഫലം കാണും. ഒരു 1000 ജീവനക്കാർ പണിയെടുക്കുന്നൊരു സ്ഥലത്ത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ടു കെയർ ഒരേപോലെ ആയിരിക്കില്ല. എത്ര ട്രെയിൻ ചെയ്താലും അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കെയർ എന്ന് പറയുമ്പോൾ പോലും അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കണം കൂടുതൽ. പിന്നെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, മിനിമം ക്വാളിറ്റി ഓഫ് കെയർ അത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഈ റിവ്യൂസിനേക്കാളൊക്കെ ഫലപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫീഡ്ബാക്ക് വേണം, പ്രത്യേകിച്ചും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മളെ കുറേയും കൂടെ നന്നാകാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഫീഡ്ബാക്ക് സഹായിക്കും. പക്ഷേ ഇടയ്ക്ക് നല്ല ഫീഡ്ബാക്ക് നല്ലതാണ്. സാർ അതുപോലെ നമുക്ക് ഇവിടുത്തെ നേഴ്സിംഗ് കെയർ അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ മെച്ചപ്പെട്ടതായതുകൊണ്ടാണ് ഈ ഇത്രയും നല്ലൊരു ഗൂഗിൾ റിവ്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാഫിനോട് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടൊരു മെസ്സേജ് എന്താണ് സാറിന് പറയാനുള്ളത്? മീൻസ് എങ്ങനെ ആയിരിക്കണം ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതാണ്. ഒരു പ്രൈവറ്റിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. ഏറ്റവും ആദ്യം ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ, ഞാനൊരു നേഴ്സാണെന്ന് കരുതുക, എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് കിടക്കുന്നു. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ എനിക്ക് താല്പര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതേപോലെ നമ്മുടെ മുമ്പിലുള്ള രോഗികളോട് പെരുമാറാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കെയർ. അത് എപ്പോഴും സാധ്യമായെന്ന് വരില്ല. കാരണം ഒരു 10 പേഷ്യൻസിനെ കാണുമ്പോൾ ഒരു പക്ഷേ ഒരു നേഴ്സിനോ ഡോക്ടറിനോ കുറച്ച് ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവസാനത്തെ പേഷ്യൻറ്റിനെ കാണുമ്പോൾ വരുന്നത്. അവിടെയൊക്കെയാണ് ട്രെയിനിങ് വരേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതാണ് ഞാൻ ആ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കെയറിനെ കുറിച്ച് പറഞ്ഞത്. മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കെയറിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് അഭികാമ്യമാണ്. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കിന്ന് സാറ് നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു പ്രൈവറ്റിൽ ഒരു സ്റ്റാഫ്, അവരുടെ ക്യാരക്ടർ, എങ്ങനെ ഒരു കെയർ ചെയ്യണം, എങ്ങനെ പേഷ്യൻറ്റിനെ നോക്കണം, എങ്ങനെ മാറ്റങ്ങളാണ് നമുക്ക് നല്ലത് എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് കേണൽ സാർ പറഞ്ഞു തന്നത്. താങ്ക് യു സർ. താങ്ക് യു.